എപ്പിസോഡിൽ കാണിക്കുന്ന നമ്മുടെ രേവതി ഹൗസ് ഓണറിനെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലാണ് കേട്ടോ. അപ്പോൾ ഹൗസ് ഓണറിനോട് പറയുന്നുണ്ട് ഞങ്ങളെ ഇറക്കി വിടരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാഷ് പറയാണ് മോളുടെ അച്ഛനെ കരുതിയിട്ടാണ് ഞങ്ങൾ ആ വീട് നിങ്ങൾക്ക് വാടകയ്ക്ക് തന്നത്. നിൻ്റെ ഭർത്താവ് എന്നെ തല്ലിയത് നാട് മുഴുവൻ പാട്ട. എന്നെ ഈ രീതിയിൽ അപമാനിച്ചിട്ട് നിങ്ങളവിടെ തുടരാൻ അനുവദിച്ചിട്ടുണ്ട്. ഈ നാട്ടുകാരെന്നെ പറ്റി എന്ത് പറയും? പെട്ടെന്നൊന്നും മാറണമെന്ന് ഞാൻ പറയില്ല, ഒരു 2 ആഴ്ചക്കുള്ളിൽ മാറിയാൽ മതി. എന്നോടൊന്നും വിചാരിക്കരുത് മോളെ എന്ന് പറയാണ് കേട്ടോ. ഹൗസണറിൻ്റെ ഭാര്യ പറയുന്നുണ്ട് എന്തെങ്കിലും തോന്നിയാലും വേണ്ടില്ല, വീട്ടിൽ നിന്ന് എന്തായാലും എത്രയും പെട്ടെന്ന് മാറിയേ പറ്റുമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ ഹൗസണർ രേവതിനോട് പറയേണ്ട മോളെ മക്കളെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഭർത്താവിനെ നിനക്ക് കിട്ടിയതിൽ വളരെയധികം വിഷമിച്ചേനെന്ന്. ഇതെല്ലാം കേട്ട് സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ രേവതി. അടുത്ത സീനിൽ കാണിക്കുന്നത് രേവതി വീട്ടിലേക്ക് കയറി ചെല്ലാണ് കേട്ടോ. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് മോളെ നീ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നേ? ഓ ഇനി ഞാൻ വിളിച്ച് പറഞ്ഞിട്ടൊക്കെ വേണം എൻ്റെ വീട്ടിലേക്ക് വരാൻ. അതുകൊണ്ടല്ല മോളെ, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കയറി വരുമ്പോൾ മനസ്സിലൊരാദ്യമാണ്. നിങ്ങൾക്ക് മാത്രമല്ല ആദ്യം എനിക്കുണ്ട് ആദ്യമൊക്കെ. ഇവിടെ ഒരു പ്രശ്നം നടക്കുമ്പോൾ ഒന്നറിയാത്ത മട്ടിൽ ഞാനവിടെ സൂചിച്ച് ജീവിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഒന്ന് എന്നെ വിളിച്ച് പറയണ്ടേ, ഞാനിപ്പോൾ നിങ്ങൾക്ക് അന്യാണല്ലോ. അപ്പോൾ ദൈവം പറയണ്ട ചേച്ചി വിഷമിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങളൊന്നും പറയാതിരുന്നത്. ഇല്ല വിഷമിക്കുന്നില്ല, ഇങ്ങനെ ഒരു അവസ്ഥയിലേ നിങ്ങൾ എത്തിയതിന് പിന്നെ ഞാനാണല്ലോ എന്ന് ആലോചിച്ചിട്ട് സന്തോഷിച്ചിരിക്കാം. ചേച്ചി എന്ത് ചെയ്തെന്നാ പറയുന്നത്? അയാളും കുട്ടിങ്ങോട്ടേക്ക് വന്നല്ലോ, അത് തന്നെ ഞാൻ ചെയ്ത തെറ്റ്. അമ്മയ്ക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ മോളെയും മരുമോളെയും വീട്ടിലേക്ക് ക്ഷണിക്കാൻ? മോളെ ഇതൊക്കെ നാട്ടു നടപ്പല്ലേ, അതൊക്കെ നമ്മൾ ചെയ്യണ്ടേ? എന്നിട്ടിപ്പോൾ നാട്ടിൽ നടക്കാൻ വയ്യാണ്ടായില്ലേ? അയാളാണെങ്കിൽ ചെയ്ത തെറ്റിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നു. നമ്മുടെ അവസ്ഥയെ കുറിച്ച് അയാൾ ആലോചിക്കുന്നില്ല. ചേച്ചി ഇത് പറഞ്ഞിട്ട് സച്ചേട്ടനായിട്ട് വഴക്കിട്ടല്ലേ? അപ്പോൾ രേവതി ഒന്നും പറയാതെ നിൽക്കണം കേട്ടോ. മോളെ അത് വേണ്ടായിരുന്നു. സാരമില്ല ചേച്ചി, നമുക്ക് വേറൊരു വീട് നോക്കാം. അതത്ര എളുപ്പമാണ്, അഡ്വാൻസ് ഒക്കെ കൊടുക്കണ്ടേ? അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം മോളെ. പഴയ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഇവിടെ മാഷ് അഭയം തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനായിരുന്നു? ഇപ്പോൾ നമുക്ക് 2 ആഴ്ചയെങ്കിലും സമയമുണ്ടല്ലോ, എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരും. അച്ഛൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ തന്നെയുണ്ട്, മോള് വിഷമിക്കണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതൊക്കെ കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതി. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെ ആട്ടോ. ശ്രുതി കൂട്ടുകാരിയുടെ വീട്ടിൽ വന്നിട്ട് കൂട്ടുകാരിക്ക് ഫേഷ്യലൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഫേഷ്യൽ പുറത്ത് ചെയ്യുന്നത് 6000 രൂപക്കാണ്, നിനക്കായത് കൊണ്ട് വില കുറച്ച് തരുന്നതെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട് നിന്നെ എനിക്ക് നന്നായിട്ടറിയാം, നിനക്ക് എന്തോ ഒരാവശ്യം എന്നെക്കൊണ്ട് സാധിക്കാനുണ്ട്, അതുകൊണ്ടല്ലേ നീ ഇതൊക്കെ എന്നോട് ചെയ്യുന്നത്. നീ പറഞ്ഞത് പകുതി കറക്റ്റാണ്, ഇതിനെക്കൊണ്ടൊരു കാര്യമുള്ളത് കൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഈ പുതിയ പ്രോഡക്റ്റ് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മുഖം ഈ പഞ്ചായത്തിലേ ഇല്ല. ഓ കൊള്ളാടി, നിനക്ക് പരീക്ഷിക്കാൻ എൻ്റെ മുഖം മാത്രമല്ലേ കിട്ടുകയുള്ളൂ? ആ വിചാരിച്ച എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. സ്നേഹത്തിന് വേണ്ടി തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഒന്നും ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ഞാൻ ആർക്ക് വേണ്ടി എന്ത് ചെയ്താലും അതിൽ നിന്ന് ആദ്യം എനിക്ക് എന്ത് കിട്ടുന്ന കണക്കൂട്ടും. എൻ്റെ കണക്കൂട്ടലുകൾ ശരിയാണെന്ന് ഞാൻ ഉറപ്പ് വരുത്തുകയും ചെയ്യും. അല്ലാതെ പുണ്യം കിട്ടിയിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല, പണം കിട്ടിയതിൻ്റെ പണം തന്നെ വേണം. എന്നിട്ട് പറയുന്നുണ്ട് ചുറ്റുള്ള എല്ലാവരെയും ഞാൻ സംശയത്തോടെ നോക്കിയേക്കാണുള്ളൂ, എനിക്ക് ആരും വിശ്വാസമില്ല, പ്രത്യേകിച്ച് ആണുങ്ങളെ. അപ്പോൾ കൂട്ടുകാർ ചോദിക്കാൻ ആണുങ്ങളെ വിശ്വാസമില്ലാത്ത നീ പ്രണയിക്കുകയോ വിവാഹം കഴിക്കുകയോ ഒന്നും ചെയ്യല്ലേ? അപ്പോൾ ശ്രുതി ഒന്നും പറയാനാകാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്താ മേഡം ഒന്നും മിണ്ടാത്തത്? എന്ത് പറ്റി? ആദ്യമായിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു സ്പാ തുടങ്ങണം, എന്നിട്ട് കയ്യിൽ പണം ഉണ്ടാക്കണം, വേറൊരു ചിന്ത എനിക്കില്ല. അപ്പോഴേക്കും ശ്രുതിക്ക് അമ്മയുടെ കോള് വരുന്നുണ്ട് കേട്ടോ. അമ്മയുടെ കോള് കണ്ടപാടെ ശ്രുതിയുടെ മുഖം മാറുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട് എന്താ നീ കോൾ എടുക്കാത്ത, ഇന്നലെ മുതൽ അമ്മ നിന്നെ വിളിക്കുന്നേ അല്ലേ? അങ്ങനെ ശ്രുതി കോൾ എടുക്കണം കേട്ടോ. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് ഓ ഇപ്പോഴെങ്കിലും നിനക്ക് എടുക്കാൻ തോന്നിയല്ലോ, ഞാൻ ഫോണും പിടിച്ചിരിക്കുകയാണോ, എനിക്കിവിടെ പണിയില്ലേ? എന്നാലും ഇതെന്ത് തിരക്കാൻ പോലെ, അമ്മയെ നിനക്ക് ഇടയ്ക്കൊക്കെ വിളിച്ചൂടെ? നിന്നെ കണ്ടിട്ട് എത്ര നാളായി, ഇടയ്ക്കൊക്കെ നാട്ടിലേക്ക് വരാലോ. ഞാൻ വീട്ടിൽ വന്നിരുന്ന പണത്തിനത്തെ എന്ത് ചെയ്യും? മാസം ചിലവിൽ ഞാൻ അയച്ചു തരണ്ടേ? ഇനിയിപ്പോൾ നീ അത് പറഞ്ഞ് ദേഷ്യപ്പെടേണ്ട, നിന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ. എന്നിട്ട് അമ്മ പറയുന്നുണ്ട് മോളെ ആദ്യമോനെ നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഞാനൊന്ന് ഫോൺ കൊടുത്തോട്ടെ എന്ന്. അപ്പോൾ പെട്ടെന്ന് ശ്രുതി കൂട്ടുകാരുടെ അടുത്തുനിന്ന് മാറി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ആ മോന് ഫോൺ കൊടുക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം അങ്ങനെ സംസാരിക്കണം, ആൻറ്റിക്ക് സുഖമല്ലേ? അതേ മോനിക്ക് സുഖമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആൻറ്റിക്ക് കുറച്ച് തിരക്കായിപ്പോയി, ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ്. അതൊക്കെ പോട്ടെ, മോനിന്ന് സ്കൂളിൽ പോയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആദിമോനോട് സംസാരിക്കുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ ശ്രുതിയുടെ ഫേസിൽ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇവിടെ നല്ല ജോലി തിരക്കുള്ളതാ, ഇവിടുത്തെ തിരക്ക് കഴിയുമ്പോൾ ആൻറ്റി അങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്രുതി. അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ നമ്മുടെ ശ്രുതി. അടുത്ത സീനിൽ കാണിക്കുന്നത് സച്ചിയുടെ വീട്ടിലേക്ക് എത്തുന്ന നമ്മുടെ രേവതിനെയാണ് കേട്ടോ. അപ്പോൾ രേവതിനോട് സച്ചിയുടെ അമ്മ ചോദിക്കുന്നുണ്ട് അവിടെ നിന്നീ
ഞാനിവിടെ നിന്ന് മാറാൻ നോക്കി നിൽക്കുമായിരുന്നു ഒരു ജോലിയും തീർക്കാതെ. ഞാൻ എല്ലാ ജോലിയും തീർത്തിട്ടാണല്ലോ പോയത്. ഓ, എല്ലാ ജോലിയും തീർത്തോ? എന്നിട്ട് ഭക്ഷണമൊന്നും ആയില്ലല്ലോ. അമ്മ പറഞ്ഞില്ലേ അടുക്കളയിൽ കയറരുതെന്ന്, അതുകൊണ്ടാണ് പിന്നെ ഞാൻ. ഓ, ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്ന അനുസരണക്കാരിയാണല്ലോ നീ. ഞാൻ പറയുന്നതല്ലാതെ വേറെ ഒന്നും നീ ചെയ്യാറില്ല. നീ ഇന്ന് ബാമേനെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പോൾ രവതി പറയണ ഓ വിളിച്ചിരുന്നു. ആരോട് ചോദിച്ചിട്ടാണ് നീ വിളിച്ചത് ബാമേനെ? എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് വിവരം തിരക്കാൻ നീ ആരാടി? ആൻറ്റിക്ക് സുഖമില്ലെന്ന് അമ്മ പറഞ്ഞത് കൊണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാ. അവളുടെ കാര്യം അന്വേഷിച്ചിട്ട് നിനക്കെന്താ കാര്യം? അവൾ നിൻ്റെ ആരാ? ബാമയുടെ സുഖവിവരം അറിയാൻ വേണ്ടിയിട്ടല്ല നീ വിളിച്ചതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിൻ്റെ ഉദ്ദേശം വേറെയാ. നിനക്കറിയണം ഞാൻ എവിടെ പോകുന്നു, എന്ത് ചെയ്യണമെന്നൊക്കെ. എന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ എന്നെ മോശക്കാരിയാക്കണം, അതല്ലേ നിൻ്റെ ഉദ്ദേശം? അയ്യോ അതല്ല അമ്മേ. അമ്മേനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. കല്യാണത്തിന് വന്നപ്പോഴും വീട്ടിൽ വന്നപ്പോഴൊക്കെ എന്നോട് വളരെ സ്നേഹമായിട്ടാണ് ബാമേൻ്റെ പെരുമാറിയത്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് സുഖമില്ലെന്ന് അറിയുമ്പോൾ വിളിച്ചു ചോദിക്കുന്നത് ഒരു മര്യാദയല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന്. ഞാൻ ഭക്ഷണം ഉണ്ടാക്കി പോകുന്നതിനെക്കുറിച്ചൊക്കെ നീ എന്തിനാ ബാമേനോട് പറഞ്ഞത്? അവർക്ക് വേണ്ടിയല്ലേ അമ്മ ഭക്ഷണം ഉണ്ടാക്കിയത്. അപ്പോൾ അവരോട് പറഞ്ഞതിൽ എന്താ തെറ്റ്? എന്ന് വെച്ചാൽ ഞാൻ അവൾക്കാണ് ഭക്ഷണം ഉണ്ടാക്കിയതെന്ന് നിനക്ക് ഉറപ്പ് വരുത്തണം അല്ലേ? ഇനി അഥവാ അവൾക്കല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവിനെ എന്നിൽ നിന്ന് അകറ്റണം അല്ലേ? നിൻ്റെ അമ്മ പറഞ്ഞു തന്നതായിരിക്കും ഈ ബുദ്ധി. അപ്പോൾ രേവതി പറയാണ്, എന്തിനാണ് നിങ്ങൾ എൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നത്? അവരെന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ എന്നോട് തീർക്കുക, അല്ലാതെ എൻ്റെ വീട്ടുകാരെയല്ല പറയേണ്ടത്. ഇത് കണ്ട് ദേഷ്യം വന്നപ്പോൾ പത്മ പറയാണ്, ആഹാ കൊള്ളാലോ, അമ്മയെ പറഞ്ഞപ്പോൾ നിൻ്റെ ശബ്ദം പൊങ്ങിയല്ലോ. നിൻ്റെ ആൾക്കാരെ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളിയല്ലേ? അതുപോലെ തന്നെ എനിക്കും. എൻ്റെ ബന്ധങ്ങളിൽ കയറി ഓവർ സ്മാർട്ടായാൽ ഞാൻ പിന്നെ ഒന്നും നോക്കൂല. ഇനി മേലിൽ നീ ബാമയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മറ്റൊരു ഭാവം നീ കാണും. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, അമ്മ എന്ത് ചെയ്യും? എൻ്റെ ജീവിതവും ജീവനും നശിപ്പിക്കുമോ? അപ്പോൾ പത്മാവതി പറയണേ, ഇത് നല്ല തമാശ. അങ്ങനെ ഞാൻ ആലോചിച്ചാൽ പോലും എനിക്കൊരു അവസരം കിട്ടണ്ടേ? നിന്നെ താലി കെട്ടി കൊണ്ടുവന്നവൻ അതിന് സമ്മതിക്കണ്ടേ? എന്നെ സുഖമായിട്ട് ജീവിക്കാമെന്ന് നീ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അതെല്ലാം വീണുടയും. നിൻ്റെ വിധി ഞാൻ പ്രവചിക്കാം. അവൻ നിൻ്റെ ജീവിതം നശിപ്പിക്കും, നീ നിൻ്റെ ജീവനും. ഇത് കേട്ട് ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ രേവതി. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെ കേട്ടോ. സച്ചി ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് രേവതി അപ്പോൾ സൈഡിൽ ഒരു വശത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് രേവതിനോട് പറയുകയാണ്, എന്തൊരു കഷ്ടപ്പാടാ, പണിയെടുത്ത് കിട്ടണ പൈസ മുഴുവൻ കൊണ്ട് ഒരു കുപ്പി വാങ്ങിയിട്ട് മുറിയിലെത്തിക്കണമെങ്കിൽ പെടുന്ന പാട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കവാറും ബെഡ്റൂമിനകത്ത് വാറ്റ് തുടങ്ങേണ്ടി വരും. ഇതൊക്കെ കേട്ട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് കേട്ടോ രേവതി. അതെ, നീ പോയേ എൻ്റെ ഫുഡൊന്നും എടുത്തിട്ട് വരുമോ? കഴിക്കാൻ ഇറങ്ങുമ്പോൾ അച്ഛൻ കണ്ടിട്ട് നീ പണി പാളും. അപ്പോൾ രേവതി ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, ഇവിടെയുള്ള ഭക്ഷണം മാത്രം മതിയോ, അത് തെട്ട് നോക്കാൻ എരിവുള്ളത് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണോ? ഓ, അത് നല്ല ഐഡിയ. എരിവിൻ്റെ മുളക് പൊടി വേണ്ട, പെപ്പർ മതി, അതാ ബെസ്റ്റ്. അപ്പം രേവതി ദേഷ്യപ്പെട്ട് എണീറ്റിട്ട് സച്ചിയുടെ അടുത്തേക്ക് വരാം കേട്ടോ. അത് മാത്രം ആക്കണ്ട, കുപ്പി അവിടെ വെച്ചിട്ടേ സാറ് വേണമെങ്കിൽ മാറിയിരുന്നു. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഗ്ലാസ്സിൽ മദ്യം ഒഴിച്ചിട്ട് ഞാനങ്ങ് തരാം. നിങ്ങൾക്ക് അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടോ? സ്വന്തം കാര്യം സന്തോഷമല്ലാതെ ചുറ്റും ആരെങ്കിലും പറ്റി നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? അപ്പോൾ സച്ചിക്കടി, ഇപ്പം നിനക്ക് എന്താ പ്രശ്നം? ഞാൻ വന്ന് കയറിയപ്പോൾ മുതൽ ചിന്തിക്കാം. ശരിയാവും, ഇപ്പം ശരിയാവും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നീനെ കത്തി കയറി എങ്ങോട്ടാണ് പോകുന്നത്? എൻ്റെ വീട്ടിൽ എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയോ? ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ എന്താ സംഭവിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോഴാണ് നിൻ്റെ വീട്ടിൽ ഒരു 5 മിനിറ്റ് മിണ്ടാതിരുന്നാൽ ഇതും കുടിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ എവിടെയെങ്കിലും കിടന്നോളാം. ആ കുടിക്ക്, സമാധാനമായിട്ടിരുന്ന് കുടിക്ക്. ഭക്ഷണം കഴിച്ച് കൂർക്കം വലിച്ച് കിടന്നുറങ്ങ്. ദേ, അനാവശ്യം പറയരുത്, ഞാൻ കൂർക്കം വലിക്കാറില്ല. ഇതിലും ഭേദം ഏതെങ്കിലും ബാറിൽ പോയിരിക്കുന്നതാ. ഓ, ഇപ്പം ഞാൻ പറയുന്നതാണല്ലേ ബഹളം, അപ്പം നിങ്ങൾ ചെയ്യുന്നതോ? അനാവശ്യമായിട്ട് ആ മാഷിനെ നിങ്ങൾ തല്ലിയില്ലേ? അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായെന്ന് നിങ്ങൾക്കറിയോ? മാഷും ഭാര്യയും വന്ന് 2 ആഴ്ചക്കുള്ളിൽ വീട് ഒഴിയാൻ പറഞ്ഞു. എൻ്റെ വീട്ടുകാർ ഇനി എന്ത് ചെയ്യും? നാട് മുഴുവൻ പാട്ടാണ് നിങ്ങളുടെ പരാക്രമത്തിൻ്റെ കഥകൾ. ഒരാളെപ്പോലും വേദനിപ്പിക്കാത്ത എൻ്റെ അച്ഛനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരെയാണ് നിങ്ങൾ നോവിച്ചത്. എനിക്ക് ഏത് നേരത്താണോ തോന്നിയത് നിങ്ങൾ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ. ഓ, പിന്നെ അങ്ങോട്ട് വരാത്തന്നെ എനിക്ക് വലിയ വിഷമായിരുന്നല്ലോ എന്ന് പറയട്ടെ സച്ചി. അച്ഛൻ പറയുന്നത് അനുസരിച്ച് തന്നെ ഞാൻ ചെയ്ത തെറ്റ്. അവക്കൂടെ ഒരു കൊട്ടാരം. എന്നെ കൊണ്ടൊന്നും കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ആ പറയേ, എന്തിനാ അത് മാത്രമായിട്ട് കുറയ്ക്കുന്നേ? ആ പറയടി. കാറ്റും വെളിച്ചം കയറാത്തൊരു വീട്, എന്ത് സൗകര്യം അവിടെ ഉള്ളത്? ബാത്റൂമിൽ വെള്ളം പോലും നന്നായിട്ട് വരുന്നില്ല. വെള്ളം പിടിച്ച് വെക്കുന്ന ബക്കറ്റിലാണെങ്കിലും അത് ഇത്ര വലിയ ഓട്ട. ഇതൊക്കെ കേട്ടിട്ട് സങ്കടത്തോടെ നിൽക്കണം രേവതി. ഇനി മേലിനെ എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചു പോരുത്. വേണ്ടെന്ന് കരുതി മിണ്ടാതിരിക്കുമ്പോൾ തല കയറിയിരിക്കുന്ന നീ. രേവതി വിഷമത്തോടെ പറയാട്ടോ, ആർക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് കുടിക്കണം അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ പോയി കേസ് കൊടുക്ക്. ഇത് കേട്ടിട്ട് ദേഷ്യം വന്ന രേവതി സച്ചി കൊണ്ടുവന്ന കുപ്പിയും വെള്ളമൊക്കെ തട്ടിത്തെറിപ്പിച്ച് കളയാട്ടോ. അതെല്ലാം തറയിലേക്ക് ചിന്നി ചിതറി വീഴാം. ഇത് കണ്ട് ദേഷ്യം വന്നിട്ട് സച്ചി ഇങ്ങനെ രേവതിനെ നോക്കുവാണ് കേട്ടോ.
രേവതി സച്ചിനെയും നോക്കുന്നുണ്ട്. അങ്ങനെ എപ്പിസോഡ് തീരുവാണ്.